ഗൈസ്, അങ്ങനെ നമ്മൾ അവസാനം കാശ്മീർ എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളുടെ നിക്കണ് വെള്ളക്കൊമ്പൻ. കമോൺ. ഹായ് ബ്രോ, അസ്സലാമു അലൈക്കും. സുഖാണോ? നല്ല തണുപ്പുണ്ട് അല്ലേ? ഞാനേ ട്രൗസർ ഇട്ടിട്ടുള്ളത്, ഇതൊന്നും മാറ്റണം. കുറച്ച് കൗതുകം കൂടുതലാ. തെർമൽസ് ഉണ്ട്, തെർമൽസ് ഇടാം. പണി പറ്റിടാം. വാ. പിന്നെ എല്ലാം ഉഷാറാ അല്ലേ? പൈസ തണുക്കണുണ്ടാ? നിങ്ങൾക്ക് തണുക്കണുണ്ടാ പൈസ? ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആണ്. ഇന്ന് എത്ര അറിയോ? ഇന്ന് എത്ര ഡിഗ്രിയാന്ന്? മൈനസാ? അല്ലാ, ഐസ്. നമ്മള് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നോറോ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കല്ലോ അടച്ചോരെ. ഞാൻ വലിയ കാര്യത്തിലേ ബനിയനൊക്കെ ഇട്ടിട്ട് ജാക്കറ്റ് ഒന്നും ഇടാണ്ട് നടന്നായിരുന്നാ ഫ്ലൈറ്റ് അല്ലേ പുറത്തേക്ക്. പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ നടക്കാറില്ലാന്ന്. വെള്ളക്കൊമ്പനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബ്രോ, നമ്മളെ നാട്ടിൽ നിന്ന് എങ്ങനെയാണ് കാശ്മീർക്ക് വന്നത്? വാട്ടച്ചോനെ, എത്ര ദിവസം കൊണ്ടാണ് ആ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തത്? കംപ്ലീറ്റ് ആയിട്ടില്ല. എപ്പോഴെത്തിയപ്പോ വണ്ടി വെച്ച് അങ്ങനെ പെൻഡിങ് ആയിട്ട് നിൽക്കേ. ഒരു വർഷത്തോളം മൊത്തം കറങ്ങി. ആണോ? സീൻ. ഏതൊക്കെ ആയിട്ട് വരണ ഒരു ആലോചിച്ചോക്കി. എന്താ പൈസ നിനക്കാ? അപ്പൊ എന്റെ അവസ്ഥ ആലോചിച്ചോക്കിയേ. ഐസ് എവിടെ? ഇവിടെ ഐസ് കാണാട്ടാ. എനിക്കിപ്പൊ സെറ്റായി വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും തണുപ്പില് എക്സ്പീരിയൻസ് ചെയ്യണേ. എനിക്ക് തോന്നുന്നത് ലിബാം ഒക്കെ വേണം അല്ലേ പൈസ? ലിബാം ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിതാ ഇന്നലെ കാശ്മീർ ഇപ്പോഴാണോ ബെസ്റ്റ് സീസൺ? ഇപ്പോഴാണോ ബ്രോ? ബ്രോ എന്താ പറഞ്ഞ വിന്ററും സമ്മറും എന്റെ ഡിഫറന്റ് ആന്ന് പറയാൻ കാരണം എന്താ? വിന്ററിന്റെ ടൈമിലായതുകൊണ്ട് കുറെ സ്ഥലങ്ങൾ ക്ലോസ്ഡ് ആയിരിക്കും. ഹൈപാസുകളൊക്കെ. ഓ, അങ്ങനൊക്കെ ഉണ്ടോ? ഓക്കെ. ഇതൊക്കെ ഓപ്പൺ ആവുന്നതും പിന്നെ ഉള്ളൊരു പച്ചപ്പായിട്ട് നല്ല പൂക്കളൊക്കെ ആയിട്ട്. എന്റെ സിമ്മ് കട്ടായി. സിമ്മ് അവിടെ എടുക്കണായിരുന്നു. ആണോ? ഓക്കെ. അതുപോലെ ഇല്ല ഗ്ലൗസ് എടുക്കണ നല്ലതായിരുന്നു തോന്നുന്നത്. കൈയൊക്കെ എന്തോ പോലെ തോന്നുന്നു. നമ്മള് നാട്ടിൽ നിന്ന് വരുമ്പോ തന്നെ വെള്ളക്കൊമ്പൻ ബ്രോ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലൗസ് വേണം, പിന്നെ തൊപ്പി വേണം, എല്ലാ ഐറ്റംസും വേണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഞാനൊന്നും കരുതിയിരുന്നില്ല. ഒന്നും എന്താ പറയാ, ഒന്നും എടുത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൊച്ചി പോയിട്ട് പർച്ചേസ് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ എല്ലാം നമ്മളുടെ വണ്ടി കംപ്ലൈന്റ് ആയപ്പോ മിസ്സായി നമുക്ക്. അയ്യോ, എന്റെ കയ്യൊക്കെ ഇപ്പൊ എന്തോ പോലെ. വോയിസ് എന്റെ കയ്യിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആണോ? എന്തായാലും നല്ല തണുപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കൈ എന്തോ പോലെ. എന്താണ് കൈ ഇങ്ങനെ ആവേ? വെള്ളക്കൊമ്പന്റെ ജീപ്പ് ഇതാ നമ്മളുടെ KL രജിസ്ട്രേഷൻ ജീപ്പിലാണ് നമ്മൾ പോവാൻ പോകുന്നത് ഗൈസ്. അയ്യോ, തെർമൽസ് എടുത്താലോ പൈസ പുറത്തേക്ക്? അല്ല, ഇട്ടിട്ട് ഇറങ്ങാം അല്ലേ? ഞാനിപ്പോ തെർമൽസ് ഇടാണ്ട് വേറെ നിവർത്തിയില്ല. തെർമൽസ് ഇട്ടില്ലെങ്കിൽ ഇനി എത്ര നേരം റെസിസ്റ്റ് ചെയ്യുന്ന എനിക്ക് അറിയാനില്ല. ഏത് പെട്ടിയില്ല പൈസ തെർമൽസ്. അതുപോലെ തന്നെ ഗൈസ്, എൻ്റെ പെട്ടി നൈസായിട്ട് പൊട്ടി. അറിയില്ല, എയർ ഇന്ത്യയിൽ കൊടുത്തതാണ്. അവർ ലഗേജ് എത്രത്തോളം ശ്രദ്ധിച്ചാണ് നമ്മളെ ലഗേജൊക്കെ അവർ കൊണ്ടുപോകണേന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവില്ലേ? ഞാൻ നോക്കുമ്പോ സിബ് വേറെ, ലോക്ക് വേറെ, പെട്ടി പൊട്ടി. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ഇത് നമ്മൾ മുംബൈ ട്രിപ്പിന് മേടിച്ച പെട്ടിയായിരുന്നു. ഇനി അടുത്ത ട്രിപ്പിന് വേറെ പെട്ടി യൂസ് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് ലോക്ക് ചെയ്യാണ്ട് വേറെ ഒന്നും നിർത്തിയില്ല അല്ലേ? നോക്കി ഇതൊക്കെ പൊട്ടി. അല്ലെങ്കിൽ ഇത് ശരിയാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം അല്ലേ? അതിന് ആദ്യം തെർമൽസ് എടുക്കാണെങ്കിൽ നടക്കൂല. അയ്യോ, തെർമൽസ് ഇട്ടിട്ട് പെട്ടെന്നൊന്നും സെറ്റ് ആവില്ല എന്നാണ് ബ്രോ പറഞ്ഞത്. ഇനിതാ നമ്മള് ഹുഡ് ഇടാൻ പോവുകയാണ്. ഹുഡ് ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ആവും. ഓവറായിട്ട് തണുപ്പല്ല, പക്ഷെ ഇനി കൂടുതൽ തണുപ്പിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആണല്ലേ? ഹുഡ് ഇടണായിരിക്കും നല്ലത്. അല്ലാണ്ട് കൗതുകം നമുക്ക് ഇത്തിരി കൂടുതലായോണ്ടേ ആണല്ലേ? നല്ല സീനായിരിക്കും അല്ലേ? നീ പറഞ്ഞില്ലേ? നീ ഒന്നും ഇടണില്ലേ? കാണാപ്പ ശരി. നമ്മളെ വണ്ടി കേടായോണ്ട് നമുക്ക് പർച്ചേസിങ് ഒന്നും പോകാൻ പറ്റില്ല. എനിക്ക് ഒന്നും കൈയൊക്കെ മരവിച്ചു തുടങ്ങി.
കുടിയൊക്കെ ഇട്ടപ്പോ ചെവിയൊക്കെ ഭയങ്കര വേന, തണുപ്പടിച്ചിട്ടേ. വോയിസിലറിയാ ഓക്കെ. ഞങ്ങൾ ഇനി ഒരുപാട് സാധനങ്ങൾ മേടിക്കാണ്ട്, ലിബാം മേടിക്കാനുണ്ട്, എന്തൊക്കെ മേടിക്കണ്ടെന്ന് പോലും മറന്നുപോയല്ലോ. ഗ്ലൗസ് മേടിക്കാണ്ട്, കാരണം വിരലൊക്കെ മരവിച്ചു പോയി. മിഷബ്രോ ആണ് ഞങ്ങൾക്ക് കുടിയൊക്കെ ഇത് ഇട്ടത്, കാരണം എളുപ്പമല്ല. പെട്ടിയൊക്കെ തുറക്കുമ്പോൾ ഒക്കെ ഭയങ്കര പെയിന് പോലെ തോന്നി. ഇത്രയും തണുപ്പായതുകൊണ്ടാണ് 0 ഡിഗ്രീനേക്കാൾ -1 -2 അങ്ങോട്ടാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ വരണേ തന്നെ. എന്തായാലും നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് കാശ്മീർ എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. ബ്രോ ഇത് ഓപ്പൺ ജീപ്പ് അല്ലേ? അപ്പൊ പെട്ടപ്പെട്ട വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റൂലേ? ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിന്റെ ഇടയിൽ ഇതാ മിഷബ്രോന്റെ ഗ്ലൗസ് ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പാവം എന്റെ അവസ്ഥ കണ്ടിട്ട് തന്നാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഇത് വേണം, ഇത് മേടിക്കണം. പക്ഷെ ഞങ്ങളെ വണ്ടി ഗിയർ ബോക്സ് പണി തന്നോട്ട് ഞങ്ങൾക്ക് ഒന്നും മേടിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അത് സിമ്പിളായിട്ട് കണ്ടു, അല്ലെങ്കിൽ നമുക്ക് ഡൽഹിയിൽ നിന്നെങ്കിലും മേടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഡൽഹിയിൽ എത്തിയിട്ടും നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നില്ല എയർപോർട്ടിന്റെ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ മേടിച്ചതിന് ശേഷം കറങ്ങാൻ പോകാന്ന് വിചാരിച്ചു. ഓക്കെ. സത്യം പറഞ്ഞാലേ എനിക്ക് ഫുള്ളായിട്ട് വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല. കാരണം നമ്മൾ ഈ നാടിന്റെ ഭയങ്കര ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഇപ്പൊ നമുക്ക് ഇപ്പൊ വേണ്ടത്, നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇവിടെ എൻജോയ് ചെയ്യണമെങ്കിൽ കുറച്ച് സംഭവങ്ങൾ നമ്മൾ മേടിക്കാം. പിന്നെ നമുക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാനുണ്ട്. ഇപ്പോ മിഷബ്രോ നിങ്ങൾ ഇപ്പൊ എത്ര കാലമായി കാശ്മീർ? 3 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട്. പക്ഷെ അതില് കുറച്ചു കാലം നാട്ടിലായിരിക്കും, കുറച്ചു കാലം ഇവിടെ. ഓക്കെ. മിഷബ്രോ കാശ്മീരിന്റെ ഓരോ മുക്കും മൂലയും പഠിച്ച ആളാണ്. അപ്പൊ ഒരുപാട് ഫുഡ് സ്പോട്ട് നമുക്ക് പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഫുഡ് സ്പോട്ടിക്ക് മിഷബ്രോ നമ്മളെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടില്ലേ? ഒരുപാട് ഫുഡ് സ്പോട്ടില്ലേ, ആൾക്കാരെ ഞെട്ടിക്കാൻ പറ്റുന്ന ഫുഡ് സ്പോട്ടുകളില്ലേ? എല്ലായിടത്തും പോലീസും പട്ടാളാണ് ഫുള്ള്. ഇതൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് കാണാൻ പറ്റാത്ത കാഴ്ചകളാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഈ ട്രിപ്പിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് ഒരു ട്രിപ്പിന് ഞാൻ ഇത്രത്തോളം എക്സൈറ്റഡ് ആവണത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് അധികം കറങ്ങണില്ല, എന്നാലും ഉള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമുക്ക് എന്തൊക്കെ മേടിക്കാൻ പറ്റാ? ഷോപ്പില്ല, ഡെക്കാത്ലോണില്ല. അപ്പൊ അവരുടെ കുറെ ഔട്ട്ലെറ്റുകൾ, കുറെ ആൾക്കാർ അവരുടെ സാധനങ്ങൾ സെയിൽ ചെയ്യും. അങ്ങനത്തെ ഒരു ഔട്ട്ലെറ്റ്. ഈ സ്ഥലത്തിന്റെ പേര് ലാൽ ചോക്ക്. ലാൽ ചോക്ക്. പിന്നെ മാത്രമല്ല ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന എല്ലാ സാധനങ്ങളും. ഇവരൊക്കെയാണ് ഫുഡ് സ്പോട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നാണെങ്കിൽ ഞാൻ കൂടുതലും ഷോപ്പ് ചെയ്യാം, സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം, വെറുതെ വീഡിയോ എടുക്കാണ്ട് തന്നെ ഒന്ന് സെറ്റായിട്ട് നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഒന്ന് മേടിച്ചു വെക്കാം. അതിനുശേഷം അതിനുശേഷം നാളെ തൊട്ട് കാശ്മീർ ഫുൾ എക്സ്പ്ലോർ ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. നമുക്ക് നാട്ടിലത്തെ ഡെക്കാത്ലോണിൽ പോകാൻ പറ്റിയില്ലല്ലോ വയസ്സേ. അപ്പൊ അതിന് പകരം കാശ്മീരിലെ ഡെക്കാത്ലോൺ വിചാരിച്ച് നമുക്ക് ചേരണം. അല്ല, സെയിം പ്രൊഡക്ട്സ് തന്നെ ആയിരിക്കില്ലേ? സെയിം പ്രൊഡക്ട്സ്. ഇവിടെ കൂടുതലാണോ കുറവായിരിക്കോ? കൂടും. അവിടുത്തെ MRP ഏകദേശം റേറ്റ് ആയിരിക്കും, ഓഫർ ഉണ്ടാവില്ല. അപ്പോ ശ്രദ്ധിക്കുക, നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് ഇങ്ങോട്ട് വരാം, അതായിരിക്കും നല്ലത് അല്ലേ? അതാണ് പുള്ളി ഞങ്ങളടുത്ത് എല്ലാ ദിവസവും പറഞ്ഞിരുന്നേ. പക്ഷെ നമുക്ക് മേടിക്കാൻ പറ്റിയില്ല. ബ്രോ, ഞങ്ങള് കാശ്മീരിന്റെ ശരിക്കുള്ള തണുപ്പ് അറിഞ്ഞിട്ടുണ്ടാ? ഇല്ല. കാലിലേക്ക് ഐസ് ആവുന്ന ടൈപ്പ് തണുപ്പുണ്ട് കഴിഞ്ഞ ആ സമയം. എവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ തണുപ്പുണ്ടാവുക? തണുപ്പ് നമ്മൾ എത്രത്തോളം മുകളിലോട്ട് കയറുന്നു അത്. സിന്തൻ ടോപ്പ് എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ ഇപ്പൊ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞ അവിടെ മുകളിൽ കയറിയിട്ട് ഒരു രക്ഷയില്ലാത്ത കാറ്റാണെങ്കിൽ പിന്നെ പറയുന്നതല്ല. ഹൈറ്റ് കൂടുമ്പോൾ അതിന്റെ തണുപ്പുണ്ട്. ഇതാ ഇപ്പൊ നമ്മളുടെ ഷോപ്പ് തുറന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് എസെൻഷ്യൽ ആയിട്ട് എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ അതൊക്കെ മേടിക്കാം. ഓയ്സേ വായോ. ഇവിടെ ഗ്ലൗ ഉണ്ട്, അതുപോലെ ക്യാപ്പ് ഉണ്ട്, പിന്നെ ഇതാ ജാക്കറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മളുടെ ഈ ഷൂ ഒന്ന് ഇട്ടിട്ട് കാശ്മീർ നടക്കാൻ, കാശ്മീർ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇതാ ഇവിടെ ഷൂസ് ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഗ്ലൗസ് ആണ്. ഗ്ലൗസ്, ഇത് നല്ല ഗ്ലൗസ് ആണോ? എത്ര ഇപ്പത്തെ വെതർ -6. വഴി പോണതിൻ്റെ ഇടയിൽ കുറേ സ്നോ ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ സ്നോഫോൾ കിട്ടിയിട്ടില്ല.
നമ്മളിപ്പോ അടുത്തൊരു സ്ഥലത്തേക്ക് വന്നേക്കാണ്. ബ്രോ, ഈ സ്ഥലത്തിന്റെ പേരെന്താ? സോൺബാർ. ഓക്കെ, അപ്പൊ ഇവിടെ ആണെങ്കിൽ റേറ്റ് കുറവിന് നമുക്ക് ഷൂസും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മളാണെങ്കിൽ ആകെ ഒരു 5-6 ദിവസത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യം എക്സ്പെൻസീവ് ഷൂസ് മേടിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല അല്ലേ. അപ്പൊ ഇവിടെ നിന്നൊക്കെ മേടിക്കണല്ലേ നല്ലത്. ഇതൊക്കെ മൂപ്പര് പറഞ്ഞു തരണതാണ് കേട്ടോ. അപ്പൊ അതാ ഒവൈസിന്റെ സൈസിനനുസരിച്ച് ഷൂ കിട്ടി. നമ്മളുടെ ഷൂ വന്നിട്ടിട്ട് കാശ്മീർ ഇട്ട് നടക്കാൻ ചിന്തിക്കാൻ വേണ്ട. ഒന്നുകിൽ നിങ്ങൾ ഇതുപോലത്തെ ക്ലൈമറ്റിൽ ഇടാൻ പറ്റുന്ന ഷൂസ് മേടിച്ചിട്ട് വരാം. അല്ലെങ്കിൽ ഇപ്പൊ മേടിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലത്തെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കുറവിന് ഇതൊക്കെ വെറും 800 രൂപ മാത്രം ഷൂസ് കിട്ടുള്ളൂ. പക്ഷെ അത്രയും റേറ്റ് കുറവിനായിരിക്കും നമുക്ക് ഷൂസ് കിട്ടുക. 10 വേണ്ടി വരും. ഇതപ്പൊ എനിക്ക് സൈസ് ആയിരിക്കും ഇത്. എനിക്കിത് മതിയാ? നോക്കാം. തണുപ്പുള്ള ഏരിയയിൽ പ്രത്യേകിച്ച് കാശ്മീർ കയറുന്ന സാധനം മസ്റ്റാണ്. കാരണം ആദ്യം ഈ കാര്യമാക്കിയില്ലെങ്കിൽ സാധനം പിന്നീട് രണ്ടാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ തൊണ്ടയ്ക്ക് പ്രശ്നം. അത് മാത്രല്ല ഇതടിക്കുന്നുണ്ട്, കാറ്റടിക്കണ്ടേ. ഈ കാറ്റ് വരുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് എക്സ്ട്രീം ആയിട്ടുള്ള സ്ഥലങ്ങൾക്കല്ല ആവശ്യമുള്ളൂ. ഇപ്പൊ നല്ല സുഖം തോന്നുന്നുണ്ടല്ലോ. എക്സ്ട്രീം അല്ല, ഇവിടെ നല്ല സുഖം ഉണ്ട്. ഇതിടുമ്പോ നമ്മളെ പുതിയ ഷൂ ആണ്. ലോവേഴ്സ് ഷൂസ് മാറ്റി നെക്ക് വാമർ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്പോട്ടില് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിന് നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു സ്പോട്ടാണ്. നമ്മളെ സാധാ ഷൂ ഒന്നും സ്നോ ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പുതിയ ഷൂ എടുത്തത്. ഓക്കെ, എൻ്റെ മുമ്പിൽ കാണുന്നൊക്കെ ഇത് മിലിറ്ററിയുടെ സ്ഥലമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതുപോലെ ഒരുപാട് മൗണ്ടെയിൻസിൽ നമ്മൾ പോകേണ്ടതായിരിക്കും. നമ്മളിതാ ക്യാപ്പ് മേടിച്ച് ഗ്ലൗസ് മേടിച്ച്. ഗ്ലൗസ് വലിയൊരു സംഭവമല്ല. ഗ്ലൗസ് ജസ്റ്റ് ഒരു 100 രൂപ എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഒരു ഗ്ലൗസ് വേണം. പിന്നെ നല്ലൊരു ഗ്ലൗസ് നമുക്ക് വേറെ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ മേടിക്കാൻ ഉദ്ദേശത്തിലാണ്. പിന്നെ എന്തെങ്കിലും ഒരു ഗ്ലൗസ് വേണം, അതിനു വേണ്ടി മാത്രം മേടിച്ചാണ്. അത് കൂടാണ്ട് ഇതാ ഷൂസ് മേടിച്ചിട്ടുണ്ട്. എത്രയും മൊത്തം നെക്ക് വാമർ എല്ലാം കൂടിയിട്ട്? ആകെ 100 രൂപ വരുന്നുള്ളൂ. ഓക്കെ, ഇത് രണ്ടും കൂടിയുള്ള സെറ്റിന് 150 രൂപ. ഓക്കെ, പിന്നെ ഈ ഷൂവിന് 800 രൂപ. പിന്നെ അതിന്റെ ഉള്ളിലുള്ള സോക്സിന് 100 രൂപ. ഓക്കെ, മൊത്തം എത്രയും പൊതുവെയുള്ള റേറ്റിലാണ് ഇവിടെ കിട്ടുന്ന റേറ്റ്. പിന്നെ ഇത് കുറച്ചുകൂടി റേറ്റ് കുറവായിട്ടുള്ള സ്പോട്ടാണോ? റേറ്റ് കുറവ് നല്ല സാധനങ്ങൾ കിട്ടും. മിലിറ്ററിക്കാർ യൂസ് ചെയ്ത സാധനങ്ങളും കിട്ടും. സ്ലീപ്പിംഗ് ബാഗ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, ഇവിടെ ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ ഡെറാഡൂൺ എന്ന് പറഞ്ഞ മിലിറ്ററിക്കാർ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും അല്ലേ? അത് ചെറിയ പൈസക്ക് ഉപയോഗിച്ച സാധനങ്ങൾ. ഇങ്ങനത്തെ ക്ലോത്ത് ഇതിനുള്ളിലുള്ള സ്ലീപ്പിംഗ് ബാഗ് ഇവരൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല. സോൾജേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള സ്ലീപ്പിംഗ് ബാഗ് സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നാല് കിട്ടുന്നതാണ് കേട്ടോ. സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ, ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര എക്സ്ട്രീം ക്ലൈമറ്റ് ആണെങ്കിലും സുന്ദരമായിട്ട് കിടക്കുന്നുണ്ട് ഇത് അല്ലേ. അതൊന്ന് കുളിച്ച് കൂട്ടപ്പനാക്കിയാൽ മതി. പിന്നെ നമുക്കധികം ഫണ്ട് കയ്യിലില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇത് നല്ല സ്പോട്ടാണ്. ഓക്കെ, ഇത് 3 ലെയർ ആയിട്ട് വരണം. 3 ലെയർ സ്നോ പ്രൂഫ്. സോക്സ് കാണിച്ചില്ല, അതിന്റെ ഉള്ളിൽ സാധനം, അതിന്റെ ഉള്ളിൽ വേറെ ലെയർ. ഈ ഒരു ഫുൾ സെറ്റ് ഏകദേശം 200-250 രൂപ കിട്ടും. ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു ബ്രോ? സോൻബാർ. ഓക്കെ, നമ്മൾ ഇവിടെ നിന്നാണ് നമ്മളെ ഷൂസും സോക്സും പിന്നെ ക്യാപ്പ് നെക്ക് വെയർ. ഇവനിപ്പോ ഒരു ഭീകരവാദിയായി ഉണ്ട് അല്ലേ? പട്ടാൾക്കാർ കാണണ്ട, വെടിവെച്ച് കൊല്ലുന്നെ. ഓക്കെ, നമ്മൾ കാശ്മീരിൽ ഫുള്ള് കറങ്ങാൻ പോണത് ഈ ഒരു ജിപ്സിയിലാണ് കേട്ടാ. ജിപ്സിയിലെ യാത്ര നെക്സ്റ്റ് ലെവലാണ്. തണുത്ത കാറ്റ്, -6 ആണ് ഇപ്പത്തെ ഇവിടുത്തെ ക്ലൈമറ്റ്. എല്ലാ വണ്ടികളുടെ മുകളിലും ഐസ് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ ഷൂ എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലേ ബ്രോ? ഐസേ ഇപ്പൊ സെറ്റ് ആയി വരുന്നുണ്ടോ? വലിയ കാര്യത്തിൽ പറഞ്ഞാണ് ഇതൊക്കെ സിമ്പിളാണ്. അല്ല മക്കളെ, ഇനി നമ്മള് മെഡിക്കൽ ഷോപ്പിക്കല്ലേ. പിന്നെ ഈ മുഖം പൊട്ടു പേര് എനിക്കറിയില്ല. എന്താ നോർമൽ സിം നമുക്ക് എടുക്കാൻ പറ്റില്ലേ?
ഇവിടുത്തെ നോർമൽ സിമ്മിൽ എടുക്കുന്ന സ്ഥലം നമുക്ക് തരില്ല. ആയിട്ട് ഓതറൈസ് ചെയ്യുന്ന സ്ഥലങ്ങൾ. ടൂറിസ്റ്റ് സിം കാർഡ്. എന്ത് ടൂറിസ്റ്റുകൾക്ക് വേറെ സിമ്മ്? പ്രീ പോസ്റ്റ് പെയ്ഡ് അങ്ങനെ എന്തോ സംഭവം. നമ്മള് 2 ഫോണില് നമ്മളുടെ സിം ഇല്ലാത്തതുകൊണ്ട് ഒരു സിമ്മെങ്കിലും എടുക്കണമല്ലോ. അതുകൊണ്ട് നമ്മളൊരു സിം എടുക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ ആ ഷോപ്പിലാണ്. വേറെ സാധനം ഉണ്ട്. ഇതെന്താ, നിങ്ങൾ ആദ്യം ഇട്ടിരുന്ന ഷൂ ഇല്ലേ, അതുപോലത്തെ ഷൂ ഇടുന്നവരാണെങ്കിൽ ഈ സാധനം കൂടി ഉള്ളിൽ ഇട്ടാല് ഉള്ളിൽ വെള്ളം. ഓക്കെ ഓക്കെ. നമ്മള് അപ്പൊ ഈ ഷൂ മേടിക്കണ്ടായിരുന്നു എന്നാണ് ബ്രോ പറയുന്നത്? ഓക്കെ, 100 രൂപ വരുന്നത്. ശരി ശരി ശരി. നമ്മൾ അടുത്ത കടയിലേക്ക് വന്നേക്കാണ്. ഈ ഷോപ്പില് എയർടെൽ മാത്രമേ ഉള്ളൂ. അപ്പോ ഉള്ളേരിയയിൽ ജിയോ മാത്രം കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ ജിയോ ഇവിടെയാണ് അവൈലബിൾ എന്ന് പറഞ്ഞു. അപ്പൊ ജിയോ എടുക്കാൻ വന്നേക്കാണ്. ഇവിടെ ജിയോ ഉണ്ടോ? एयरटेल वाला एयरटेल का सर्विस बहुत अच्छा है यहाँ पर, क्योंकि जियो यहाँ पर रुक के चलता है, नेट उससे अच्छा नहीं चलता है. എന്താ പറയണേ? അതായത് ചില സമയത്ത് സ്റ്റക്ക് ആവുന്നില്ല. ജിയോ സ്റ്റക്ക് ആവുന്ന വെറുതെ. കുറച്ച് ഓക്കെ. 5 to 10 മിനിറ്റ്. എയർടെൽ ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ഭയ്യ? 5 to 10 minutes actually. ഓക്കെ. ഹൗ മച്ച്? 350. 1.5 GB data per day and Okay. calling 1 month. 1 month. സാധാരണ പൈസ അല്ലേ? ഇവിടെ ആണെങ്കിൽ ഒരു 300-350. എയർപോർട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 350-400. ഓ, അപ്പൊ ഇവിടുന്ന് എടുക്കണാണോ ലാഭം? നമ്മളെ പ്രയോറിറ്റി നമുക്ക് ആദ്യം കിട്ടി കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഇത്ര സമയം സിം ഇല്ലാണ്ടായി പോയി. എയർപോർട്ടിൽ നിന്ന് എടുക്കണാട്ടി ലാഭം ഇതുപോലത്തെ കടകളിൽ നിന്ന് എടുക്കണ കേട്ടാ. എയർപോർട്ടിൽ ഇത്ര വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി പാടെ സിം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ സേഫ് ആയി. ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഒരുപാട്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ എയർപോർട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ശരി 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 ശരി, മനസ്സിലായി. പെട്ടെന്ന് നമ്മളെ കയ്യിൽ കിട്ടും. ഓക്കെ. അങ്ങനെ സിം എടുത്ത് കഴിഞ്ഞ് ഇപ്പോൾ ദാ നമ്മൾ ഇന്ന് റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. നമ്മളെ സംഭവങ്ങളൊക്കെ ദാ പെട്ടി എല്ലാ ഐറ്റംസും വണ്ടിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്രോ, ഈ സ്ഥലത്തിൻ്റെ വരുത്താ? ഇത് കയാം ചൗക്കിന്റെ അടുത്താണ്. അതായത് ജസ്റ്റ് ഈ ബിൽഡിങ്ങുകളുടെ അപ്പുറം കയാം ചൗക്കാണ്. കയാം ചൗക്ക് എന്ന് പറഞ്ഞാൽ ശ്രീനഗറിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫുഡ് സ്ട്രീറ്റ്. ദാൽ ലേക്കിന്റെ അടുത്താണ് ഇത്. ദാൽ ലേക്കിന്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ. 1/2 കിലോമീറ്റർ. അവിടെ നല്ല മൗണ്ടൻസും കാണാൻ. ഓക്കെ. ഇതാണ് കേട്ടോ നമ്മൾ ഇന്ന് നിൽക്കാൻ പോണ പ്രോപ്പർട്ടി. നമുക്ക് റൂമിലേക്ക് കയറിയിട്ട് അപ്പൊ തന്നെ നമ്മൾ ഇറങ്ങാൻ പോവാണ്. നമ്മൾ റെസ്റ്റ് എടുക്കണില്ല, നേരെ നമ്മൾ ദാലിലേക്കിൽ പോകാൻ പോവാണ്. ഞാൻ നിങ്ങൾക്ക് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോണേ റൂം കാണിച്ചു തരാം. ഇവിടെ ദാ സിറ്റിംഗ് റൂം, അവിടെ ഒരു കുഞ്ഞ് റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു, ചെറിയൊരു ഫുഡ് സ്പോട്ട്. നമ്മളുടെ റൂമിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. ഇപ്പൊ കറക്റ്റ് ടൈം ആ ദാലിലേക്ക് പോകാനുള്ള കറക്റ്റ് ടൈം എത്ര മണിക്കാ ദാലിലേക്ക്? 4 മണി 5 മണി? അതാ സ്കൈ റെഡിഷ് ആയിട്ടുള്ളതാണ്. അപ്പോ കുറച്ച് മേഘം മൂടുന്നോണ്ട് നമുക്ക് അല്ലാണ്ട് ആ ഒരു ടൈം കിട്ടാറില്ല. ഓക്കെ. കുറച്ച് ലൈറ്റ് ഒക്കെ ഉള്ള ടൈം. ഇതാണ് നമ്മളുടെ റൂം. 2 പേർക്ക് സുഖമായിട്ട് എടുക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു വാട്ടർ ഉണ്ട്, പിന്നെ ഇതാ വാഷ്റൂം. കാശ്മീർ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് എടുക്കേണ്ട റൂം ഹീറ്ററുള്ള റൂം. ഹീറ്റർ ഇവിടെ മാത്രമല്ല, എ സിയിൽ മാത്രമല്ല, ബെഡ്റൂമേയും ഹീറ്റർ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ കറണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. കറണ്ട് പോവുകയാണെങ്കിൽ ജനറേറ്ററിൽ വർക്ക് ചെയ്യുമ്പോൾ ബെഡിലെ ഹീറ്ററാണ് വർക്ക് ചെയ്യുക എന്നാണ് അവർ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കാശ്മീരിൽ വന്നിട്ട് ആദ്യത്തെ ആക്ടിവിറ്റി, ഫുഡ് പോലും കഴിച്ചിട്ടില്ല, ആദ്യം നമ്മളെ ആക്ടിവിറ്റിക്കാണ് പോകാൻ പോണത്. ഷിക്കാര റൈഡ് എന്നാണ് ഇതിനെ പറയണത്. ദാൽ ലേക്കിലുള്ള ബോട്ടിങ് അല്ലേ ബ്രോ? ദാൽ ലേക്കിലുള്ള ബോട്ടിങ് അല്ലേ? യെസ്. അപ്പോൾ ഒരുപാട് ബോട്ടുകളുണ്ടോ, ഒരുപാട് ബോട്ടുകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ ഒരുപാട് മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ, നമ്മളുടെ മറ്റേ കുരുക്ഷേത്രേ ഏതിലൊക്കെ അല്ലേ, ഉദാസേ മന്നത്ത്, ആ പാട്ടിലൊക്കെ എനിക്ക് വന്നിട്ട് ദാൽ ലേക്കാണുള്ളത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ദാൽ ലേക്കിന്റെ എന്തൊക്കെ പ്രത്യേകത പറയൂ? ഒന്നും അറിയില്ല അല്ലേ, വെരി ബാഡ്. അപ്പോൾ നമ്മുടെ കാശ്മീർ ട്രിപ്പ് പാർട്ടി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന ഒരു ട്രിപ്പാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും തണുപ്പ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കിട്ടിലൻ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ ദാൽ ലേക്കിനെ പറ്റിയിട്ടും ദാൽ ലേക്കിനെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആയിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.